മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നു, നമ്മെ നയിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. നമ്മോട് സംസാരിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കുവാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ. അതേപറ്റിയാണ് ഇന്നത്തെ വചനത്തിൽ നാം ധ്യാനിക്കുന്നത്. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. 28-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. ഈ ഭാഗത്ത് നാം വായിക്കുന്നത് യാക്കോവിന്റെ വളരെ പ്രശസ്തമായ സ്വപ്നത്തെ പറ്റിയാണ്. എന്താണ് സ്വപ്നം? ഭൂമിയിൽ ഉറച്ചിരിക്കുന്ന ഒരു ഗവേണി, അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് സ്വപ്നത്തിൽ യാക്കോവ് കാണുന്നതെന്ന്. സ്വപ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം എന്താണ് യാക്കോവ് പറയുന്നത്? പ്രകാരം പറഞ്ഞു, തീർച്ചയായും കർത്താവ് സ്ഥലത്തുണ്ട്, അത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ യാക്കോവ് സ്ഥലത്തിന് ബഥേൽ എന്നാണ് പേരിടുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും കർത്താവിന്റെ വളരെ വലിയൊരു സാന്നിധ്യം യാക്കോവ് അനുഭവിക്കുന്നുണ്ട് എല്ലാ പ്രവർത്തികളിലും. അപ്പോൾ സ്വപ്നം കണ്ടപ്പോഴാണ് യാക്കോവിന് മനസ്സിലാകുന്നത് കർത്താവ് കൂടെയുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ കർത്താവ് എപ്പോഴും നമ്മോട് സംസാരിക്കുന്നു. നമ്മൾ ആ സ്വരം ശ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് നമുക്ക് ഉത്തരം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനിടം പരിശ്രമിക്കുന്നില്ല. കാരണം അനുദിന ജീവിതത്തിൽ വളരെ വലിയ തിരക്കാണ്. അപ്പോൾ യാക്കോവ് ഒരിക്കൽ സ്വരം ശ്രവിച്ചപ്പോൾ അല്ലെ സ്വപ്നത്തിൽ മനസ്സിലാക്കി ദൈവം കൂടെയുണ്ട് എന്ന്. അതിനുശേഷം യാക്കോവ് പ്രത്യേകമായി അനുഭവിക്കുകയാണ് ചെയ്യുന്ന ആ സാമീപ്യം. അതിന്റെ അർത്ഥം നേരത്തെ കർത്താവ് യാക്കോവിന്റെ കൂടെ ഇല്ല എന്നില്ല, പക്ഷെ യാക്കോവ് അത് മനസ്സിലാക്കുവാനായിട്ട് സമയമെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ വായന മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ സമഗ്രമായ രക്ഷയെപ്പറ്റിയാണ് ഈ വായന. ദൈവം തെരഞ്ഞെടുത്ത ജനത്തെ എങ്ങനെ സംരക്ഷിക്കുമെന്നും എങ്ങനെ നയിക്കുമെന്നും അവർ എങ്ങനെ രക്ഷിക്കപ്പെടുമെന്നും ആണ് ഈ വായനയുടെ സാരാംശം. പ്രകാരം എഴുതിയിരിക്കുന്നു, അവർക്ക് ഞാൻ സമഗ്രമായ രക്ഷ നൽകും, അവർക്കിടയിൽ സമാധാന ശാന്തിയും നിലനിൽക്കും, അവരെ ആരും ഭയപ്പെടുത്തുകയില്ല, കാരണം കർത്താവായിരിക്കും അവരെ നയിക്കുന്നത്. കർത്താവ് നയിക്കുകയും കർത്താവിന്റെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവുകയും ആരും ഭയപ്പെടുത്തുകയുമില്ല. നാം ഓരോരുത്തരും പ്രത്യേകിച്ച് മാമോദിസ കുദാശയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ നാമും ആ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ശാന്തിയും സമാധാനം ഉണ്ടാകുകയും നമുക്ക് ദൈവം സമഗ്രമായ രക്ഷ നൽകുകയും ചെയ്യും. മൂന്നാമത്തെ വായന പത്രോസിയുടെ 1-ാം ലേഖനത്തിൽ നിന്നാണ്. 1-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. കർത്താവിൽ പ്രത്യാശ വെക്കേണ്ടതിന്റെ ആവശ്യതയെ പറ്റിയാണ് പത്രോസിനെ സംസാരിക്കുന്നത്. പത്രോസ് ഇപ്രകാരം പറയുന്നു, ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ അല്പകാലത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകാം. എന്നാൽ കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുമ്പോൾ, പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ്. എത്ര അർത്ഥവത്തായ വചനമാണിത്. ഇന്നത്തെ എല്ലാ വായനകളും നമ്മളാണ് കാണുന്നത്. കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ, കർത്താവിന്റെ സ്വരം ശ്രവിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ കർത്താവിന്റെ സാമീപ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് നമ്മെ രക്ഷയിലേക്ക് നയിക്കും. അപ്പോൾ അനുദിനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നാം ഓരോരുത്തരും കർത്താവിന്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം ശിഷ്യന്മാരുടെ മനസ്സ് തുറക്കുന്ന ഉചിതനായ ക്രിസ്തുവിനെ പറ്റിയാണ്. ക്രിസ്തു സർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ ദൗത്യം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ദൗത്യം ഏൽപ്പിക്കുന്നത്? ആദ്യം അവരെ തയ്യാറാക്കുന്നു. എങ്ങനെയാണ് അവരെ തയ്യാറാക്കുന്നത്? അവരുടെ മനസ്സ് തുറക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് മനസ്സ് തുറക്കുന്നത്? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി. ഒരിക്കൽ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ അവർ മനസ്സ് തുറന്നതിന് ശേഷം അവർക്ക് മിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷിത ദൗത്യം. എന്താണ് ദൗത്യം? നമുക്ക് എല്ലാവർക്കും അറിയാം.
ലോകത്ത് നാനാഭാഗങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുക, സ്വർഗരാജ്യത്തെ പറ്റി പ്രസംഗിക്കുക എന്നുള്ളതാണ്. വിശേഷ പ്രിയപ്പെട്ട സഹോദരരെ, യേശു അവർ പറയുന്നുണ്ട്, ഉന്നതത്തിൽ ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുമെന്ന്. അതായത് പരിശുദ്ധാത്മാവ് വരുന്നവരെ അവർ അവിടെ നഗരത്തിൽ നിൽക്കണമെന്നും പരിശുദ്ധാത്മാവ് വന്ന ശേഷം അവർ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം ഈശോരെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വചനം ശ്രവിക്കുവാനും കർത്താവിനെ ശ്രവിക്കുവാനും തക്കവിധം നമ്മൾ മനസ്സ് തുറക്കണമെങ്കിൽ ആ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. പലതവണ നമ്മൾ വിശുദ്ധ വായിക്കുകയും കുദാശ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നാം ദൈവത്തിന്റെ സാമീപ്യ അല്ലെങ്കിൽ സാന്നിധ്യം അനുഭവിക്കാതെ പോകുന്നത്? ഒരു ചടങ്ങായിട്ട്, ഒരു ആചാരമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? കാരണം ചിലപ്പോൾ നമ്മുടെ മനസ്സ് തുറക്കുവാനായിട്ട് നാം ദൈവത്തെ അനുവദിക്കുന്നില്ല. ശിഷ്യന്മാര് പല കാര്യങ്ങളും പറഞ്ഞ് എമ്മാവസ് പോയ ആൾക്കാർ, പക്ഷേ കർത്താവ് അവരുടെ ഹൃദയം തുറന്നപ്പോഴാണ്, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവരെ തയ്യാറാക്കിയപ്പോഴാണ് അവർക്കെല്ലാം മനസ്സിലായത്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും തുറക്കട്ടെ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മെ യോഗ്യരാക്കട്ടെ. അങ്ങനെ ശിഷ്യന്മാരെ പോലെ പ്രേക്ഷിത പ്രവൃത്തി നടത്തുവാനുള്ള ഒരു അനുഗ്രഹത്തിനായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി തിരുവചനം ശ്രവിക്കുവാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കിയല്ലോ. ഞങ്ങൾ ഓർപ്പിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ അങ്ങനെ സ്വരം ശ്രവിക്കുവാനായിട്ട് അങ്ങ് ശിഷ്യന്മാരുടെ മനസ്സുകളെ തുറന്നു, ആ ഗ്രഹിക്കാത്തപ്പോൾ അവരെ തയ്യാറാക്കി. ഞങ്ങൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങയുടെ സ്വരം ശ്രവിക്കുവാനും കുദാശകളെ യഥാകർമ്മം സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ കർത്താവിൽ പ്രത്യാശ വെക്കണമെന്നാണല്ലോ ഓരോ പത്രോസികളെ പഠിപ്പിച്ചത്. ആ പ്രത്യാശ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരെയും പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവാദിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവർക്കും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.